ഹൈ ബേബ്സ്, വെൽക്കം ബാക്ക്. തുലിങ്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡേ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മോക്ക് ചോദിക്കുകയാണ് കോഫി വേണോന്ന്. ആന്ന് പറയുമ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മോക്കിൻ്റെ കോഫിക്ക് നല്ല ടേസ്റ്റ് ആണെന്ന് നൈറ്റ് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇപ്പം ഡേക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒടുക്കത്തെ കയ്പാണ്. നിനക്ക് കോഫി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന് ഞാൻ കോഫി വേണോന്നല്ലേ ചോദിച്ചുള്ളൂ, എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് മോക്ക്. അപ്പം ഡേ ചോദിക്കുകയാണ് നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോന്ന്. ഇങ്ങനെ ടെൻഡർ തീരെ ഇല്ലാത്ത നിനക്ക് അതുണ്ടാവാൻ ചാൻസേ ഇല്ലെന്ന് പറയാണ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ കൈൻഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ ഒരു മീനിങ് ഒക്കെയാണ്. നിനക്ക് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ അറിയുമോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ചെക്കൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നൊന്നുമില്ല. നേരെ പോയിട്ട് ഒരു പാത്രത്തിൽ മുല്ല ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച്. അത് നേരെ നമ്മുടെ ഡേൻ്റെ മൂക്കിനവിടെ കൊണ്ടുപോവുകയാണ്. ഡേക്ക് മുല്ല ഭയങ്കര ഇഷ്ടമാണല്ലോ, ഒരുപാട് മുല്ല പൂത്ത് കിടക്കുന്നുണ്ടു, നിനക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കൊണ്ടുവന്നെയാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഡേൻ്റെ മൂക്കിൻ്റെ അവിടെ കൊണ്ടുപോവുകയാണ്. ഡേയും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം എന്ത് തോന്നുന്നു, എനിക്ക് ടെൻഡർ ഉണ്ടോ, ഇപ്പോഴും 0 തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചെക്കനെ കുറച്ച് ഫീൽ ആവുന്നുണ്ട്. ആൾക്ക് ഫ്ലേർട്ട് ചെയ്യാൻ പോലും അറിയത്തില്ലെന്ന് ഇപ്പം അങ്ങ് പറഞ്ഞ് തീർന്നല്ലേ ഉള്ളൂ. മൂക്കിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്ന കൈ പെട്ടെന്ന് എടുത്തിട്ട് ഇപ്പോഴും 0 തന്നെയാണെന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് ഡേ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മോക്ക് ഈ ഒരു ജോബ് തിരഞ്ഞെടുത്തതെന്ന്. ആ ഒരു ചോദ്യം കേട്ടതും മോക്ക് നേരെ നമ്മുടെ റങ്ങിൻ്റെ ആ ഒരു കാർ കാണിക്കാനാണ് ഡേനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇതിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. ആ കാറ് നോക്കുന്ന സമയത്ത് ഏതോ ഒരു പക്ഷി അതിലെ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുരിപ്പിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ പേനയാണല്ലോ ആ കാറ് നോക്കാൻ ഏൽപ്പിച്ചത്, ഈ കുരിപ്പിൻ്റെ അടുത്ത് നോക്കാനും പറഞ്ഞിട്ട് ഇങ്ങനെയാണോ നോക്കുന്നത്, ഇതൊക്കെ കാഷ്ടിച്ച് പെട്ടെന്ന് തൂത്ത് കളഞ്ഞില്ലെങ്കിൽ ആകെപ്പെടെ പെയിന്റ് വരെ പോവും, പിന്നെ ഫുള്ള് പെയിന്റ് അടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പേനയെ വിളിക്കുന്നുണ്ട്. പേയാണെങ്കിൽ വന്നിട്ട് എടാ നോക്ക്, ഇത്രയും വലിയ സ്ഥലമല്ലേ, ഞാൻ എന്താക്കാനാ, നീ ഒരു കാര്യം ചെയ്യ്, ഇതും കൊണ്ട് പോയിട്ട് ഒന്ന് നന്നായിട്ട് ഓടിച്ച് കഴുകിച്ചിട്ടൊക്കെ പോരെയെന്ന് പറയാണ്. എന്നിട്ട് ചാവിയും കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഡേ കാറിലെന്തോ ഭയങ്കരമായിട്ട് തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവാ നീ ഇങ്ങനെ നോട്ടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മോക്ക് ചോദിക്കുമ്പം റേഡിയോ ഓണാക്കാൻ നോക്കുകയാണെന്ന് ഡേ. അപ്പം മോക്ക് തന്നെ അവൻ്റെ കൈയെടുത്ത് റേഡിയോൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഡേ ആണെങ്കിൽ പാട്ട് വെച്ച് അതിൻ്റെ കൂടെ തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആസ്വദിച്ച് പാടുന്ന കുറച്ചു നേരം നമ്മുടെ മോക്ക് നോക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ പാട്ടങ്ങ് ഓഫ് ആകുവാണ്. എന്നിട്ട് വേറൊരു പാട്ട് വെക്കുന്നു. നോക്കുമ്പോൾ ഡേക്ക് അത് നേരത്തെ വെച്ച പാട്ടിനെക്കാട്ടും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് പാടി ആസ്വദിച്ച് പോവാണ്. നേരെ പോകുന്നത് പൂജേൻ്റെ കടയിലേക്കാണ്. അവിടെ ചെന്നിട്ട് മോക്കും പൂജയും കൂടെ സംസാരിക്കുകയാണ്. പൂജേൻ്റെ ബോയ് ഫ്രണ്ടിനെ അടിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് പൂജ മനസ്സിലാക്കുന്നത് ഡേനയും കൂട്ടിയിട്ടാ വന്നേന്ന്. അങ്ങനെ ഡേൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അന്ന് വന്നത് ഞാനാണ്, ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര കമ്പനി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് പറയുമ്പം എനിക്ക് ഫ്രൈഡ് റൈസ് മതി, കൂടെ തന്നെ എന്താണേലും കുഴപ്പമില്ല. പിന്നെ ഡേക്ക് എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും എനിക്കും ഫ്രൈഡ് റൈസ് തന്നെ മതി, എന്താണേലും കുഴപ്പമില്ല എന്ന് മൂക്ക് പറഞ്ഞത് തന്നെ ഡേ പറയുമ്പം പൂജയെ ചോദിക്കുന്നുണ്ട് എടാ നീ പറഞ്ഞ പോലെ ഇവനത്ര പിക്കിയൊന്നുമല്ലല്ലോ, വെറുതെ ഇരുന്ന് പറയാണല്ലേ, ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു വെച്ചേന് ഏയ് എന്ന് നമ്മുടെ ചെക്കനൊന്ന് വിളിക്കുന്നുണ്ട്. നിനക്ക് അടങ്ങിയിരുന്നൂടെ എന്ന് മോക്ക് പൂജേൻ്റെ അടുത്ത്. ബോസ് എന്നെ ഫയർ ചെയ്യുന്ന മോക്ക് പറയാണ്. ഏയ് നിന്റെ ബോസ് കണ്ടിട്ട് നല്ല ആളാണെന്നാണ് തോന്നുന്നതെന്ന് പൂജ പറയുന്ന സമയത്ത് ബോസ് അല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഡേ പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ മോക്കിനെ കുറച്ച് ഫീലായിട്ട് ആള് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കുകയാണ്. പൂജയും ഡേയും ഈ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ഏതോ ലോകത്തിരുന്ന് ചിരിക്കുന്ന കണ്ടിട്ട് അവള് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മോക്കിൻ്റെ അടുത്ത് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. ഞാൻ കെയർ ടേക്കറാണ്, നിന്റെ എംപ്ലോയി ഒന്നല്ലെന്ന് മോക്ക്, നിനക്ക് തിന്നണോ വേണ്ടേന്ന് അവള്. കുറച്ച് കഴിയുമ്പം പൂജ വന്നിട്ട് ഡേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ കുറച്ച് പേടിച്ചുവാണ്. പെട്ടെന്ന് ഇതാരാണെന്ന് അറിയില്ലല്ലോ, സോറി അങ്ങനെ പെട്ടെന്ന് അത് പറയുന്നത് ഞാനും വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് അവൾ നിൽക്കുന്ന സമയത്ത് സൗണ്ട് കേട്ടിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായനേന്ന് നമ്മുടെ ചെക്കനും പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറയാന്ന് പൂജയെ ചോദിക്കുമ്പം നിന്റെ സൗണ്ട് കേട്ടിട്ട് വളരെ നല്ലൊരാളാണ്, ആൻഡ് ഓൾസോ പ്രെട്ടിയോ ആണെന്ന് ഡേ. നീ ഭയങ്കര ക്യൂട്ടാണ്, വെറുതെ അല്ല നിന്നെ ടീസ് ചെയ്യുന്നത്, മോക്കിന് ഇത്ര ഇഷ്ടം എന്നാവള്. എന്നിട്ട് മോക്കിന്റെ സൗണ്ട് വെച്ച് അവൻ എങ്ങനെയാണെന്ന് പറയാൻ പറയുന്നുണ്ട്. ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ച് കുറച്ച് ഗ്രംപിയാണ്, ഇടയ്ക്ക് കൂളാണ്, മിസ്റ്റീരിയസ് ആണ്, പിന്നെ സിഗരറ്റിന്റെ സ്മെല്ലുണ്ടാവും, അത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടും, നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ലെന്ന് നമ്മുടെ സുഖം പറയാണ്. ഒരു ഡീപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നൈസായിട്ട് അവളുടെ അടുത്ത് പറയാണ് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ടൈം ഞാൻ കുറെ എടുക്കുന്നുണ്ട്, അതിന് സോറിന്ന്. അവൻ എൻ്റെ ബോയ് ഫ്രണ്ടൊന്നല്ല, എക്സാണ്, ഇനി അവനുമായിട്ട് സെറ്റ് ആവാനൊന്നും എനിക്ക് പറ്റത്തില്ല, അതൊക്കെ വലിയ തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്.
അവര് കമ്മിറ്റഡ് അല്ലാന്നറിയുമ്പം ഡേയ്ക്ക് ഒരു സന്തോഷം. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് മോക്കിന് ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഡേ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫുഡൊക്കെ എടുത്ത് മോക്ക് അങ്ങനെ ഇവർ രണ്ടും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇവർ വരുന്ന സമയത്ത് ഇത്ര സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടാണ് മോക്ക് വരുന്നത്. ഈ സമയത്ത് ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഡേൻ്റെ ഒരു ഫ്രണ്ട് വരാണ്. നൈറ്റ് എല്ലാവരുടെ അടുത്തും ഡേ അബ്രോഡിൽ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞ് അവള് ചോദിക്കുന്ന സമയത്ത് എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാരാ ഗിയാണോ എന്ന് ഡേ ചോദിക്കുകയാണ്. അതെ ഞാൻ തന്നെയാണ്, എന്താ നിനക്കെന്നെ ഓർമ്മയില്ലെന്നാണോ എന്നവള് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് തിരക്കിലാണ് പോട്ടേന്നും പറഞ്ഞ് മൂക്ക് അവനെയും കൂട്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഞാനിപ്പോൾ നിന്റെ ഫ്രണ്ട് അല്ലെന്നാണോ, എന്തുവാണേലും പറഞ്ഞിട്ട് പോ, നീ ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് കാണാണ്ടാവുമല്ലേ ചെയ്തതെന്നൊക്കെ ഗീ പറയുന്ന സമയത്ത് ഡേ അവളുടെ അടുത്ത് ഞാൻ ബ്ലൈൻഡ് ആണ് എന്ന് പറയാണ്. അവളും കുറച്ച് ഷോക്കായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നുപേരും കൂടെ ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് സംസാരിക്കുവാണ്. അങ്ങനെ സംസാരിച്ച് മോക്ക് ഡ്രിങ്ക്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇതാരാണെന്ന് അവള് ചോദിക്കുന്നുണ്ട്. കെയർ ടേക്കർ ആണെന്ന് പറയുമ്പോഴേക്കും തന്നെ ഡേന്റെ ഫേസിലൊരു പ്രത്യേക ചിരിയൊക്കെ വരുന്നുണ്ട്. അത് അവള് നോട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ചിരിച്ചു എന്ന് അവൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ അവള് പറയുന്നുണ്ട് ഇവരുടെ ബാഡ്മിന്റൺ ക്ലബ് ഉണ്ടല്ലോ അവിടെയുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിൽ അവന്റെ കുറെ സാധനമുണ്ട്, എടുക്കാൻ വരുന്നതോ ഞാനായിട്ട് സ്വന്തമായിട്ട് കയ്യിൽ വെക്കണം. അങ്ങനെ മൂന്നുപേരും കൂടെ ക്ലബിലേക്കും പോകുന്നുണ്ട്. അവിടെയാണല്ലോ നമ്മുടെ ഡേയും പ്രാക്ടീസ് ചെയ്തത്. അവിടെ പിള്ളേരെ കളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഡേ അവൻ കോച്ചിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഗീ ഡേനയും കൂട്ടിയിട്ട് മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പൊ അവള് മോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മോക്കിന്റെ വോയിസ് മാത്രമല്ല ഫേസും സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഗീ പറയുന്നുണ്ട് ഇവരുടെ ബാഡ്മിന്റൺ കോച്ച് അദ്ദേഹത്തിന്റെ ഹോം ടൗണിലേക്ക് പോവാണ്. ഫ്രണ്ട്സൊക്കെ കൂടെ അദ്ദേഹത്തെ സെൻഡ് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഡേയും കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഗീക്ക് അറിയാവുന്ന 2 പിള്ളേര് അങ്ങോട്ടേക്ക് വരുന്നത്. ഡേ ഒരു നാഷണൽ പ്ലെയർ ആണല്ലോ, അതുകൊണ്ട് എന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തോടെ എന്ന് ചോദിക്കുകയാണ്. ഇവനെ കണ്ണ് കാണത്തില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അവക്കൊരു പിടുത്തമില്ല. ഡേ ആണെങ്കിലും കുറച്ചേരം സൈലന്റ് ആയിട്ട് നിൽക്കുവാണ്. മോക്കാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിക്ക് സൈൻ കാണിക്കുന്നുണ്ട്. ഡേ ആണെങ്കിൽ കുറച്ചേരം സൈലന്റ് ആയിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എന്നറിയാണ്. അങ്ങനെ മോക്ക് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഡേ കറക്റ്റായിട്ട് ക്യാമറയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയെന്നും പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്ക് മനസ്സിലാവാത്ത കണക്ക്. അങ്ങനെ ഫോട്ടോ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഡേ അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഭയങ്കര കാര്യമായിട്ട് ലവബിൾ ആയിട്ടുള്ള ഐസോടുകൂടിയാണ് നമ്മുടെ മോക്ക് നോക്കിയിരിക്കുന്നത്. അങ്ങനെ അവർ ഡേൻ്റെ റൂമിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്താണ് ഗീക്ക് വീട്ടിൽ നിന്ന് കോൾ വരുന്നത്. അവൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ പൈമാരൻ്റും കൂടെ ആ റൂമിലേക്ക് പോവാണ്. നമ്മുടെ ഡേ ആണ് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഫസ്റ്റ് പ്ലേസിൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അവൻ ലേശം പൊക്കി പറയുന്ന സമയത്ത് എന്തിനിങ്ങനെ പൊക്കിയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്ക് നമ്മുടെ മോക്കും പറയുന്നുണ്ട്. അതെൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു പ്ലേസ് എനിക്ക് വേണ്ടി തന്നെ നിന്നിരുന്നത് എന്ന് ഡേയും. അങ്ങനെ അവർ തമാശ കളിച്ച് മോക്ക് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരുപാട് ട്രോഫീസും മെഡലും ഉള്ളത്. തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പിൽ വരെ നമ്മുടെ ചെക്കന് ട്രോഫി കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഓഗസ്റ്റും കളിച്ചിട്ടുണ്ടല്ലോ, അവരുടെ രണ്ടിൻ്റെയും പേരിലുള്ളതാണ് അത്. ഡബിൾസ് കളിച്ച കാര്യമൊക്കെ മോക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കനെ കുറച്ച് വിഷമാവുന്നുണ്ട്. തിരിച്ചത് എടുത്ത് വെക്കാൻ നോക്കുമ്പോഴേക്കും ട്രോഫി താഴെ വീഴുവാണ്. ലേശം അപ്സെറ്റ് ആയതുകൊണ്ടാണോ എന്തോ ഇതൊന്നും എനിക്ക് വേണ്ട ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുവാണ്. എന്നാലും ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം ഭയങ്കര ഇമോഷണലായിട്ട് ആ ഒരു ട്രോഫി നോക്കിയിരിക്കുന്നുണ്ട്. അവനങ്ങനെ നോക്കിയിരിക്കുന്നത് ഡേയും ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കും ഡേയും വരുന്നു. ഡേ കഴിച്ചു നോക്കുമ്പം മോക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന്. നല്ലതാണ് എന്ന് അവനും, നല്ല സ്റ്റാൻഡേർഡുള്ള ഫുഡാണെന്ന്. ഞാനാ ഉണ്ടാക്കിയെന്ന് മോക്കറിയുമ്പം അപ്പാട് തീരുമാനം അങ്ങ് മാറ്റി. തീരെ കൊള്ളത്തില്ലെന്ന് ഡേ. എന്തായാലും നീ തന്ന കോംപ്ലിമെന്റ് ഞാൻ അങ്ങ് സ്വീകരിച്ചു എന്ന് മോക്കും. അത് കഴിഞ്ഞിട്ട് ഡേ ഭയങ്കര കാര്യമായിട്ട് ടീഷർട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളയിലൊരു കാർട്ടൂൺ പ്രിന്റ് ചെയ്ത ഒരു ടീഷർട്ട് അക്കിയാണ് ഡേക്ക് അത് ഗിഫ്റ്റ് ചെയ്തത്. ഇപ്പം അത് വിട്ടിട്ട് കോച്ചിനെ സെൻഡ് ഓഫ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചോദിക്കുന്നത്. കുറേ ടീഷർട്ട് ഉണ്ട്, അതും വെള്ള തന്നെ. അതിൽ നിന്ന് നമ്മുടെ ചെക്കൻ കണ്ട് തപ്പിപ്പിടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നീല ജീൻസും കൂടെ എടുത്തു തരുമോയെന്ന് ഡേ ചോദിക്കുന്നുണ്ട്. മോക്കാണെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് വിടാണ്ട് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തമാശ കളിക്കാണ്ട് വീട് എന്ന് പറഞ്ഞ് മൂക്കിൻ്റെ കൈ പിടിപ്പിക്കാൻ ഡേയും നോക്കുന്നുണ്ട്. ആ സമയത്ത് മൂക്കിൻ്റെ കയ്യിലൊന്ന് പിടിച്ചു നോക്കാണ്. നോക്കുമ്പോൾ ഭയങ്കര റഫായിട്ടാണുള്ളത്. ഞാനൊരു ടെക്നീഷ്യനാണ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് മോക്ക്. ഞാനേ കുഞ്ഞിലേ മുതലേ എന്നെ ബാഡ്മിൻ്റൺ കളിക്കുന്നതാണ്, എന്നിട്ട് എൻ്റെ കയ്യിൽ തഴമ്പൊന്നുമില്ലല്ലോ, സോഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് ഡേയും സംശയം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാൻ പറയാണ്.
അവസരം കിട്ടിയത് മുതലാക്കണം എന്നുള്ള കണക്കാണ് നമ്മുടെ മോക്ക് ഡേൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നന്നായിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് പിന്നെ ഭയങ്കര ആസ്വദിച്ചാണ് നോക്കുന്നത്. ആരെങ്കിലും കൈ സോഫ്റ്റ് ആണോ ടഫാണോ എന്ന് 5 മിനിറ്റൊക്കെ പിടിച്ച് നോക്കൂ. ജസ്റ്റ് ഒന്ന് നോക്കും, പെട്ടെന്ന് എടുത്താൽ തന്നെ മനസ്സിലാവും ഇത് ഈ ചെക്കനുണ്ട് കയ്യിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡേക്കും മനസ്സിലാവുന്നുണ്ട്, ആളും കുറച്ച് ഫീലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ കൈയെടുത്ത് നിൽക്കുന്ന സമയത്താണ് മോക്കിന് പൂജേൻ്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. കെങ്ങിൻ്റെ കാര്യമാണെന്ന് അറിയുമ്പം ഇവനും ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട്. അവൾ ഏകദേശം കരയുന്ന കണക്കാണ് നിൽക്കുന്നത്. ഡേൻ്റെ അടുത്ത് വന്ന് മടിച്ച് എന്തോ പറയാൻ വരുമ്പോഴേക്കും കുഴപ്പമില്ല നീ ചെല്ല്, ഞാൻ ഗീനെ കൂട്ടിയിട്ട് പൊക്കോളാന്ന് ഡേ പറയാണ്. ഇവിടെ കെങ്ങാണെങ്കിൽ പൂജേനെ വീട്ടിൽ നിന്ന് ഇറക്കിയിടുകയാണ്. അവൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കരണ്ട് വെള്ളം അടക്കം എന്തിന് അവൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ പൈസ വരെ കൊടുത്തത് അവളാണ്. പോരാത്തന്നെ കമ്പ്യൂട്ടർ നന്നാക്കാനെന്നും പറഞ്ഞ് 20,000 ബക്സ് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ പറയുന്നത് ഇവിടെ വീട്ടിൽ ഫ്രീ ആയിട്ടല്ലേ താമസിച്ചേന്ന്. അവൻ അവളെ ചീറ്റ് ചെയ്തിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? അവൻ ചീറ്റ് ചെയ്തത് അവൻ്റെ തെറ്റ് മാത്രമൊന്നല്ല, അവളുടെ എക്സിൻ്റെ കൂടെ, അതായത് നമ്മുടെ മോക്കിൻ്റെ കൂടെ പോകുന്നില്ലേ, ചിലപ്പം നീ അവൻ്റെ കൂടെ കടന്നിട്ടുണ്ടാവും, ആർക്കറിയാന്നൊക്കെ മോശമായിട്ട് സംസാരിക്കും കൂടെ ചെയ്യാണ്. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഇവൻ ഒരുമാതിരി രീതിക്കാണല്ലോ പറയുന്നത്. അങ്ങനെ ഇവരെ വഴക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മോക്ക് വരുന്നുണ്ട്. വന്നതും കെങ്ങിനിട്ട് ഒരെണ്ണ അങ്ങ് കൊടുക്കുന്നുണ്ട്. വൈന്ന് ചോര വരെ വരുന്നുണ്ട്. പൂജ ഓക്കെ ആണോന്നും ചോദിച്ച് അവളെ കൂട്ടിയിട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് കെങ്ങ് വന്നിട്ട് മോക്കിനടിക്കാണ്. ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മോക്ക് അവനിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അവൾ ഓക്കെ ആണെന്ന് ചോദിച്ച് സാധനമൊക്കെ എടുത്ത് നേരെ അവളെ കൊണ്ടുപോകുന്നത് മോക്കിൻ്റെ വീട്ടിലേക്കാണ്. വേറെ സ്ഥലം കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് അവള്. വേണ്ട, റങ്ങിൻ്റെ റൂം അവിടെ ഫ്രീ ആയിട്ടല്ലേ കിടക്കുന്നത്, നീ അവിടെ നിന്നോ, തിരക്കൊന്നും പിടിക്കണ്ടെന്ന് മോക്ക്. അവൻ ചെയ്ത ആ ഒരു ഹെൽപ്പിന് അവളെ ഭയങ്കര ഇമോഷണലായിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് അവൻ. ഒരു ഫ്രണ്ട് മാത്രമല്ല, ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന് അവള്. ഇത് കേട്ടിട്ട് അവനും കുറച്ച് ഷോക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പം ആ വൃത്തിയായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ വളർത്തണം എന്ന് അവള് വിഷമിച്ചിങ്ങനെ കരയുന്ന കാണുമ്പം മൂക്കിന് നല്ല വിഷമാവുന്നുണ്ട്. ഒന്നുമില്ലേലും അവൻ സ്നേഹിച്ച വേണ്ടല്ലേ. ഇവിടെ കോച്ചിൻ്റെ ഫെയർവെല് നടക്കുന്ന സ്ഥലത്തേക്ക് ഗീൻ്റെ കൂടെ ഡേ പോകുന്നുണ്ട്. അവനൊരു മടിയുണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ ജസ്റ്റ് നിൻ്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടുള്ളവരേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട്സ് ഭയങ്കര കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴത്തെ പോലെ സംസാരിക്കുകയാണ് ചെയ്തത്. ഒരു സഹതാപത്തോടെയുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ട് തന്നെ ഡേയും ഹാപ്പിയാണ്. അവനെ കാണുമ്പം കോച്ചിനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. കുറേ കാലം കൂടിയിട്ടല്ലേ കാണുന്ന. അങ്ങനെ സംസാരിച്ച കുറച്ച് കഴിയുമ്പം ഡേക്ക് ബാത്റൂം പോകാൻ തോന്നുന്നുണ്ട്. ഗിയ അവനെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ വരെ കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി അങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാന്ന് ഡേ പറയാണ്. അവൾക്ക് എന്നാലൊരു സംശയമുണ്ട്, അവനിങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പേടി. പിന്നെ ഇവനിങ്ങനെ പറയുന്നതുകൊണ്ട് അവൾ പോകുന്നുമുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ഇവനെ ഇടിക്കുവാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ ഇവനിങ്ങനെ തപ്പി പോകുമ്പം വേറൊരാളെ ഇടിക്കുന്നു. അയാളാണെങ്കിൽ ദേഷ്യം പിടിച്ച് ഒച്ച എടുക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ പയ്യൻ അങ്ങോട്ടേക്ക് വരികയാണ്. മോക്കാണ് വന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മളെ ചെക്കനും കുറച്ച് ആശ്വാസമാവുന്നത്. എൻ്റെ ഫ്രണ്ട് കുറച്ച് കുടിച്ചത് കൂടിപ്പോയി, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് മോക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് അവനെ ബാത്റൂമിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് രണ്ടുപേരും വരുന്ന സമയത്ത് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് മോക്ക് ആരാണെന്ന്. എൻ്റെ കെയർ ടേക്കറാണ്, പേര് മോക്ക് എന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയും കൊടുക്കുന്നു. ഓ ഇതാണോ മോക്ക്? ഗീ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹോട്ടാണ്, ഇതാ അവക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് സംസാരിക്കുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ മോക്ക് ഭയങ്കര ഹോട്ടാണ്, ഹാൻഡ്സ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഡേൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അത് വിശ്വസിച്ച കണക്കില്ല. ഇത് മോക്ക് ചോദിക്കുന്ന സമയത്ത് അതെ ശരിയാണ്, ഞാൻ വിശ്വസിച്ചിട്ടില്ലെന്ന് ഡേ പറയുന്നുണ്ട്. മോക്കാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇതാ നോക്ക്, ഞാനല്ല ഷോഫ് കാണിക്കുന്നത്, നിന്റെ ഫ്രണ്ട്സാ പറഞ്ഞത് എന്ന് പറയാണ്. നീ ഹാൻഡ്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ നിന്റെ വോയിസ് മാത്രം എന്ന് ഡേ. എന്നിട്ട് ഡേ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാണ് മോക്ക് നന്നായിട്ട് പാടും, പക്ഷെ കുറച്ച് ഷൈ ടൈപ്പാണ്, ഹൈ പ്രൊഫൈലൊന്നും വെക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ മോക്കിൻ്റെ അടുത്ത് പാടാൻ പറയാണ്. ഒരു മടിയും തോന്നണ്ട, നമ്മൾ ആരും ഇവിടെ ഒന്നും കളിയാക്കാൻ ഒന്നും പോകുന്നില്ല, സെറ്റായിട്ട് പാടിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് എൻകറേജ് ചെയ്യാണ്. മോക്കിനൊരു പണി കൊടുത്ത ആശ്വാസത്തിൽ ഡേ ഇരിക്കുന്ന സമയത്ത് മോക്ക് ഡേൻ്റെ അടുത്ത് പറയുന്നു അവൻ പാടുവാണെങ്കിൽ മോക്ക് ഹോട്ടാണെന്നുള്ള കാര്യം ഡേ സമ്മതിക്കൂലേന്ന്. നിനക്ക് അതിനുള്ള ഗഡ്സൊക്കെ ഉണ്ടോ എന്നാ നോക്കാന്ന്
ഡേയും വെല്ലുവിളിക്കുകയാണ്. മോക്ക് പാടാൻ വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് പാടാൻ നന്നായിട്ട് അറിയത്തൊന്നില്ലെന്നും പറഞ്ഞ് പാടാനങ്ങ് തുടങ്ങുകയാണ്. അടിപൊളിയായിട്ടാണ് പാടുന്നത്. സത്യം എനിക്ക് ഒളിച്ചു വെക്കേണ്ടതുണ്ട്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനാണ്. എനിക്ക് നിന്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയില്ല. എൻ്റെ സീക്രട്ട് പുറത്തു വരുമോന്ന് പേടിയാണ്. കോൺഫിഡൻസ്ലി നമ്മൾ ആ സ്ഥലത്ത് ഒറ്റയ്ക്കാണ്. എനിക്ക് എങ്ങോട്ടും ഓടിപ്പോവാനില്ല. നിന്റെ അടുത്ത് പറയാൻ തീരുമാനിച്ചു. ഒരുപാട് കാലമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എന്നൊക്കെയാണ് ആ പാട്ടില് പറയുന്നത്. ഇത് കേൾക്കുമ്പം ഡേയ്ക്ക് ഫീൽ ചെയ്യുന്നത് മോക്ക് അവന് വേണ്ടി തന്നെ പാടുന്നതായിട്ടാണ്. മോക്ക് പാടുന്നത് ഡേയ്ക്ക് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം അത് വേറൊരു സത്യം. മോക്കാണെങ്കിൽ ഡേനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് പാടുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന ഗീ ഡേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ നിന്നെ തന്നെയാണ് നോക്കി പാടുന്നത്. അവനെ കൊണ്ട് അവൻ്റെ ആ ഒരു സ്മൈല് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ആള് ചിരിച്ചുകൊണ്ട് തന്നെയാണ് പാടുന്നതെന്ന്. അവള് വെറുതെ മണ്ടത്തരം പറയുകയാണെന്നുള്ള രീതിക്ക് അവളെ പറയുന്ന വിശ്വസിക്കാത്ത കണക്കൊക്കെ ഡേ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവനുള്ളില് ഭയങ്കര സന്തോഷമാണ്. മോക്കിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് ഭയങ്കര ഒരു ഇതിലാണ് നിൽക്കുന്നത്. മോക്കാണെങ്കിലും അതേപോലെ തന്നെയാണ് ഭയങ്കര ചിരിച്ചാണ് ആ ഒരു പാട്ട് ഡേനെ നോക്കി തന്നെ പാടുന്നത്. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് മോക്കിനെയും കൂട്ടുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് വരുന്നത്. കുറെ കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കാറിൽ വരുന്ന സമയത്ത് മയങ്ങി മോക്കിന്റെ മേത്തേക്ക് ഡേ വീഴുന്നുണ്ട്. മോക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതും ആസ്വദിച്ച് നിൽക്കുന്നത്. ഡേനെ അവൻ്റെ റൂമിലും കൊണ്ട് കിടത്തുന്നു. നേരെ കിടത്തിയതിന് ശേഷം ഇന്ന് നൈറ്റ് ഞാനിവിടെ സ്റ്റേ ചെയ്യട്ടെ, ഓൾറെഡി നൈറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അതെന്തിനാണെന്ന് ഡേ, നീ കുടിച്ചിട്ടില്ലേ, അപ്പോൾ നിനക്ക് എന്തെങ്കിലും രാത്രി ഹെൽപ്പ് അങ്ങനെ വേണമെങ്കിൽ ചെയ്തുതരാൻ വേണ്ടിയിട്ടാണെന്ന് മോക്ക്. അതിന് ഞാൻ ഡ്രങ്കൊന്നും അല്ലെന്ന് ഡേ. എന്നാൽ പിന്നെ എനിക്ക് ഒരു AC റൂമിലൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തായോ എന്ന് പറയുമ്പം ആ ശരി നിന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് ഡേ. എന്നാൽ പിന്നെ എനിക്ക് കുളിച്ചിട്ട് കിടക്ക്, അല്ലെങ്കിൽ മണക്കുന്ന മോക്ക്. ഡേ ആണെങ്കിൽ മടിച്ചിട്ട് കുളിക്കാണോ, ജസ്റ്റ് ഡ്രസ്സ് മാറിയാൽ പോരെയെന്ന് ചോദിക്കുകയാണ്. ശരി ഓക്കെ എന്നും പറഞ്ഞ് ടീഷർട്ട് ഊരിയിട്ട് അതും കൊണ്ട് മോക്ക് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ഡേ അവൻ്റെ ഫോൺ എടുത്തിട്ട് ഇന്ന് ക്ലബ്ബിൽ നിന്നെടുത്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് ഡേൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മോക്കിനെ നോക്കുകയാണ്. അപ്പം നടന്ന ഒരു കാര്യം ആലോചിക്കുന്നു. ഇവരിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മോക്ക് ഡേൻ്റെ നടുവിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഡേക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. അവനെ കണ്ണിനടുത്ത് വെച്ചല്ലേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ഫോട്ടോ കണ്ണിനടുത്ത് വെച്ച് ഇങ്ങനെ നോക്കി ഈ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോക്ക് ഡ്രസ്സും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഡേക്ക് അത് ഇടീച്ചും കൊടുത്ത് വേറെന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുമ്പം വാച്ച് അയച്ചു തരാൻ ഡേ പറയാണ്. അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് അങ്ങനെ പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട്. ഡേക്ക് കാണുന്നില്ല, എന്നാലും അതൊരു ഫീൽ ചെയ്ത് കുറച്ച് നേരം ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് കിടക്കുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പം നമ്മുടെ മോക്ക് നന്നായിട്ട് ഉറങ്ങാണ്. ഡേ ആണെങ്കിൽ അപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഗീ ഡേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ മോക്കിനെ കണ്ടിട്ടുണ്ടോന്ന്. ഇതോർക്കുന്ന അവൻ അന്ന് ആ ഒരു മരുന്ന് ഒഴിച്ച സമയത്ത് മീനിനെ നോക്കുമ്പം മോക്കിനെ കുറച്ചായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം ആലോചിച്ച് നോക്കാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കണ്ണിൽ ആ ഒരു മരുന്നെടുത്ത് ഒഴിച്ചിട്ട് നേരെ മോക്ക് അവിടെ നിലത്തന്നെയാണ് കിടക്കുന്നത്. അവൻ്റെ അടുത്ത് പോയിട്ട് അന്ന് മോക്ക് ആ ഒരു മുല്ല പറിച്ചു കൊടുത്ത സമയത്ത് ഡേൻ്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ ഒരു ചാണകത്തിൽ കൈ വെച്ചിട്ട് നോക്കില്ലായിരുന്നോ, അതേപോലെ തന്നെ മോക്കിൻ്റെ നെറ്റിയിലേക്ക് കൈ വെച്ച് അവനെ ക്ലോസപ്പിൽ നോക്കുകയാണ്. അങ്ങനെ മോക്കിനെ കണ്ടതിൽ അവന് ഭയങ്കര സന്തോഷം. അങ്ങനെ സംതൃപ്തിയായിട്ട് പോയി കിടന്നുറങ്ങുവാണ്. ഡേ പോയി കടന്നു കഴിയുമ്പം നമ്മുടെ മോക്ക് ഒന്ന് ചിരിക്കുന്നുണ്ട്. ഇതിന്ന് മനസ്സിലാക്കാം അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്ന്. രണ്ടുപേർക്കും അറിയാം രണ്ടുപേരും തമ്മിൽ ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന്. ഇപ്പം കാണുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസ് ഇതാണ്. നമ്മുടെ ബെഡ് ഫ്രണ്ട്, സ്റ്റേ വിത്ത് മീ, ലോസ് ഓഫ് അട്രാക്ഷൻ, അതുപോലെ തന്നെ ലവ് ഇൻ ദ എയർ, ബാഡ് ബഡി, ടുഗദർ പോലെയൊക്കെ ഭയങ്കര ഒരു ലവ് ഫീൽ തരുന്ന ഒരു സീരീസാണ് ഇതും. മേ ബി പിറ്റ് ബേബ് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഫീൽ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഒരു സീരീസാണ് എനിക്കിപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണാൻ അത്ര താല്പര്യമില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേസ് നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു.